കോടികൾ മുടക്കിയുള്ള സർക്കാരിന്റെ വാർഷികാഘോഷം തങ്ങളുടെ കണ്ണീരിന് മുന്നിലൂടെയാണെന്ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം ചെയ്യുന്ന ആശാവർക്കർമാർ. കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയല്ലോ തിരുവട്ടമാ. ഞാൻ തിരുവനന്തപുരത്തേക്കൊന്ന് വിളിച്ചാലോ? നീ പോയി വിളിച്ചോടാ, ഞാൻ പോവാ. 71 ദിവസത്തെ സമരത്തെ തിരിഞ്ഞു നോക്കാത്ത സർക്കാരിനോടുള്ള പ്രതിഷേധം കടുപ്പിക്കാൻ രാപ്പകൽ സമരയാത്ര പ്രഖ്യാപിച്ചു. മെയ് നാട് മുഴുവൻ നിരങ്ങി നാട്ടുകാരെ മുഴുവൻ പറ്റിച്ചു നടക്കുന്ന ചില അലവലാദികളുണ്ട്. സംസ്ഥാന സർക്കാർ 4ാം വാർഷികാഘോഷം വടക്ക് നിന്ന് വലിയ കൊട്ടിഘോഷിച്ച് കോടികൾ ചെലവഴിച്ച് നടത്തുമ്പോഴാണ് മിനിമം കൂലിക്ക് വേണ്ടി തെക്ക് നിന്ന് ഈ യാത്ര അവർ പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതായത് സഞ്ചരിക്കുന്ന രാപ്പകൽ സമരം കൂടി പ്രഖ്യാപിച്ച് ഈ സമരം ശക്തമാക്കാനാണ് ആശമാരുടെ തീരുമാനമെന്ന്. ഡാമിന്റെ കാര്യമൊന്നും ഈ വർഷത്തെ പാർട്ടി അജണ്ടയിലില്ല. എന്തായാലും സർക്കാരിന്റെ ഈ നടപടിക്കെതിരെ ശക്തമായ പ്രതിഷേധം ആശമാർ കൊണ്ട് നമുക്ക് അവരോട് ചോദിക്കാം. നമ്മളോട് ഓണററി വർദ്ധിക്കണമെന്ന് ആവശ്യപ്പെട്ട് അവരുടെ ഖജനാവ് കാലിയാണെന്ന് പറഞ്ഞാണ് സർക്കാർ ഞങ്ങളെ ഒഴിവാക്കിയത്. ഇപ്പൊ ഈ 100 കോടി രൂപ എവിടെ നിന്ന് വന്നു എന്ന് നമുക്കും അറിയില്ല. അവർ ഇത്രയും ദൂരത്തടിച്ച് ഈ ആഘോഷം നടത്തുമ്പോൾ ഈ ആശമാരായ ഞങ്ങൾ ഈ 71 ദിവസം ഈ തെരുവിലാണ് കിടക്കുന്നത്. ഞങ്ങളെ ഈ കണ്ണീരിലാക്കിക്കൊണ്ട് അവർ ഈ 100 കോടി രൂപ ഇപ്പം ഖജനാവ് ഇപ്പൊ കാലിയല്ലേ, ഇപ്പൊ എവിടെ നിന്ന് ഈ 100 കോടി വന്നു? എന്താ ഉറക്കം വരുന്നു? ഞങ്ങളൊരു 100 രൂപ കൂട്ടി ചോദിച്ചു. അത്താഴ പട്ടിണിക്കാരായ ആശാവർക്കർമാർ ഒരു 100 രൂപ കൂട്ടി ചോദിച്ചപ്പോൾ അത് തരാൻ അവർക്കില്ല. അതൊന്നും ഇല്ലെങ്കിലും ദാരിദ്ര്യത്തിന് കുറവൊന്നുമില്ലല്ലോ. ആഡംബരം കാണിക്കാൻ ആരോട് കാണിക്കുന്നത്? ഈ പാവപ്പെട്ട സ്ത്രീകളെ വെല്ലുവിളിച്ചുകൊണ്ട് ഇവർ യാത്ര നടത്തുമ്പോൾ ഞങ്ങളുടെ കണ്ണുനീരിന്റെ യാത്ര, വിലാപത്തിന്റെ യാത്ര ഇതിന്റെ തൊട്ട് പിന്നാലെയുണ്ട്. ഉളുപ്പുണ്ടടാ ചക്കാണക്ക്. ഇന്ന് ധനകാര്യമന്ത്രിയുടെ അഭിപ്രായ പ്രകടനത്തിൽ നിന്നും ഇത് രാഷ്ട്രീയ തീരുമാനം കൊണ്ടാണ് ഈ സമരം സെറ്റിൽ ചെയ്യാത്തതെന്നുള്ളത് ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടു. ഇനി ഇവിടെ നിന്നാൽ എന്റെ പണി പോവും. ഇവിടെ അപ്പോൾ ഇത് നമ്മൾ നേരത്തെ തന്നെ ഇത് സന്ദേഹിക്കുന്ന കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് അത് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കണം. അതുകൊണ്ടാണ് ഈ സർക്കാർ കാണിക്കുന്ന ഈ തൊഴിലാളി വിരുദ്ധമായ നിലപാട്, ജനാധിപത്യ വിരുദ്ധമായ നിലപാട് ജനങ്ങളുടെ മുന്നിൽ അവതരിപ്പിച്ചേ മതിയാവും. ജൂൺ 5-നാണ് യാത്ര തുടങ്ങുന്നത്. സംസ്ഥാന വ്യാപകമായി ജില്ലകളിലൂടെ സഞ്ചരിച്ച് ഈ യാത്ര പോകും. അതോടൊപ്പം തന്നെ സർക്കാരിന്റെ ഈ നിഷേധാത്മക നിലപാട് ജനങ്ങൾക്കിടയിലേക്ക് എത്തിക്കും എന്നാണ് പറയുന്നത്. ഈ മുടിഞ്ഞ രാഷ്ട്രീയക്കാരുടെ തലയിൽ ഇടുക്കി വീഴട്ടെ.